മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലും അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിലും അദ്ദേഹത്തിന്റെ മരുമകനും ഡിവൈഎഫ്ഐയുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയുടെ വസതിയിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നിരിക്കുകയാണ്. EDയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിനകത്ത് ടാർജറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത് ED അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന്. ഷോൺ ജോർജ് BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് EDക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരത്തെ കേന്ദ്ര സർക്കാർ കൈമാറുന്നത്. ഈ EDക്ക് അന്വേഷണം കൈമാറിയതിനു ശേഷം ED അന്വേഷണം നിർത്തണം, അല്ലെങ്കിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി നൽകിയ പരാതിയിലാണ്, അല്ലെങ്കിൽ ഇതിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലും ഹൈക്കോടതിയുടെ വിധിയും ഉണ്ടായിരിക്കുന്നത്. ED അന്വേഷണവുമായി മുന്നോട്ട് പോകാം, ED ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഉത്തരവ് വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് രാവിലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ 12 ഇടത്ത് റെയ്ഡിനെത്തിയത്. ഇതിൽ പ്രധാനമായും മുൻ മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചിരുന്ന കണ്ണൂർ പിണറായിലെ വീട്ടിൽ നടത്തിയ റെയ്ഡ്, അതേസമയം തന്നെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിലും തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലുമാണ് റെയ്ഡുമായി ED മുന്നോട്ട് പോയിരിക്കുന്നത്. ED റെയ്ഡിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോണിൽ നിന്നും പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് EDയുടെ കാര്യക്ഷമമായ അന്വേഷണമാണോ? ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ED ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടണം. സ്വാഭാവികമായും EDയുടെ ഒരു നടപടി, അവർ ഒരു പരിശോധന നടത്തിയാൽ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാറില്ല. ED റിലീസായി ആ കുറിപ്പ് പിന്നീട് ED ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നതാണ് EDയുടെ ഒരു പതിവ് രീതി. ആ രീതി ഇത്തവണയും ഉണ്ടാകുമോ? പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കാനാണോ EDയുടെ റെയ്ഡ്? അല്ലെങ്കിൽ EDക്ക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ റെയ്ഡ് ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ടാണ് എന്നല്ലേ വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED റെയ്ഡുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു തരത്തിലും അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായി രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ കേസ് വളരെ പെട്ടെന്നുണ്ടായ കേസല്ല. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് മകളുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഷോൺ ജോർജ് ആകട്ടെ, മാത്യു കുഴൽനാടനടക്കമുള്ളവർ വിജിലൻസിൽ പോലും പരാതി നൽകിയിരുന്നു. അന്ന് വേണ്ട തെളിവുകളില്ല എന്ന്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് ആ കേസ് വിജിലൻസ് തള്ളി നീക്കിയത്, അല്ലെങ്കിൽ അന്വേഷിക്കാതെ പോയത്. അന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ആരോപണം ശക്തമാണെന്ന് സഭയിൽ അന്നത്തെ പ്രതിപക്ഷം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിപ്പോ രാഷ്ട്രീയമായി ഒന്നും, അല്ലെങ്കിൽ കേരളത്തിൽ സർക്കാർ മാറിയത് കൊണ്ടാണ് എന്നൊരു തെറ്റായ ധാരണ പ്രചരിപ്പിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ്. ED ഒരിക്കലും അത് സംസ്ഥാന സർക്കാരിൻ്റെതല്ല. അപ്പോൾ ഈ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ വളരെ പെട്ടെന്നുള്ള നീക്കമാണ്. ഒരേ സമയം തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ, ആലുവയിലും ബാംഗ്ലൂരുമുള്ള ഓഫീസുകളിൽ, പിന്നെ ഏറ്റവും ഉയർന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെല്ലാം റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താണ് ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ, ED ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് എന്നുള്ള കാര്യം പറയില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിനെ പോലെ അവർ പ്രതികരിക്കില്ല. അവർ പ്രസ് റിലീസ് ആയിട്ടായിരിക്കും പുറത്തുവിടുക. കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ എന്തായിരുന്നു വീണ വിജയന്റെ പങ്ക് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് അന്ന് വിവാദമായി നിന്നത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആരോപണമായി നിന്നിരുന്നത്. അനധികൃതമായി പലർക്കും പണം നൽകുകയും അതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ ഈ കേസ് എത്രത്തോളം സത്യമുണ്ട്, അതൊക്കെ സത്യമാണോ എന്നുള്ളത് ED റെയ്ഡിന് ശേഷമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ പകപോക്കലായി നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസുമായി, അല്ലെങ്കിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്, റെയ്ഡുമായി മുന്നോട്ട് പോകുന്നത്. ഇനി കമ്പനിക്ക് വേണമെങ്കിൽ ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടി വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു അറസ്റ്റിലേക്കൊന്നും എത്താനുള്ള ഒരു സാധ്യതയും ഇല്ല. ഈ റെയ്ഡ് ഇങ്ങനെ തന്നെ പോവുകയും അവർക്ക് വേണ്ട രേഖകളെല്ലാം കിട്ടിയതിനു ശേഷം ഈ റെയ്ഡ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പേരിലായതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ CPM ഇപ്പോൾ ഇത് നല്ലൊരു അവസരമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലായി കണക്കാക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണ്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. റെയ്ഡ് നടന്നാലും പ്രത്യേകിച്ച് ഒന്നും, അല്ലെങ്കിൽ കള്ളം ചെയ്തിട്ടില്ലാത്ത പക്ഷം പേടിക്കേണ്ട ആവശ്യമില്ല. റെയ്ഡ് നടക്കട്ടെ എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി ആയാലും റിയാസ് ആയാലും വീണ വിജയനായാലും എടുക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ വീണ വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിക്ക് 1.72 കോടി രൂപ
കരിമണൽ കർത്ത എന്തിനു നൽകി എന്നാണ് പ്രധാനമായും ചോദ്യം വരുന്നത്. CPM നേതൃത്വം പറയുന്നത് ഈ നൽകിയതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട്, അതിനെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കേസന്വേഷണവും ഈ നടപടിയും CPM-നെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നതെന്നാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം ഇത് വലിയ വിവാദമായിരുന്നു. ഈ എക്സാലോജിക് കമ്പനിയും കരിമണൽ കർത്തയും തമ്മിലുള്ള ബന്ധമെന്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പല കാര്യങ്ങൾ നടത്താൻ കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പാരിതോഷികമായി നൽകിയതാണോ ഈ പണം എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. ഇത് നൽകിയിട്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് കർത്തയുടെ കമ്പനിക്ക് എന്ത് സർവീസ് നൽകിയിട്ടാണ് ഈ പണം നൽകിയത്? ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ വരും എന്ന തരത്തിൽ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വ്യാപകമായി പരാതി ഉന്നയിച്ചിരുന്നു. അന്ന് SFIO അടക്കമുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ED-യുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലായിരിക്കും ED ഇനി തുടർ നടപടികൾ കൈക്കൊള്ളുക? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും കൃത്യമായ ഒരു ചോദ്യം തന്നെയാണ്. ED എടുക്കുന്ന നിലപാട്, അതായത് പിണറായി വിജയന്റെ വാടക വീട്ടിലും അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലെ വീട്ടിലും ഓഫീസുകളിലും അടക്കം റെയ്ഡ് നടത്തി ഏതെല്ലാം തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ED അല്ല ഏത് അന്വേഷണ ഏജൻസിയാലും, ഇപ്പോൾ റോ വന്ന് അന്വേഷിച്ചാലും അവർക്ക് രേഖകൾ ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ടോ? വീണ വിജയനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് ED-യുടെ ഒരു നടപടിക്രമം എന്ന് പറയുമ്പോൾ ഒരാളെ ചോദ്യം ചെയ്ത് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു പോകുന്നതല്ല ED-യുടെ നടപടിക്രമം. അവർ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം ED-യുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ വിലയിരുത്തി, അവരുടെ അഭിഭാഷകൻ അടക്കമുള്ളവർ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. കാലാകാലങ്ങളായി ED അനുവർത്തിച്ചു വരുന്ന ഒരു രീതി അത് തന്നെയാണ്. അല്ലാതെ ചോദ്യം ചെയ്ത് ഉടൻ അറസ്റ്റ് ചെയ്യുന്ന CBI അല്ലെങ്കിൽ ലോക്കൽ പോലീസ് മോഡലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED സ്വാഭാവികമായും ഇതുവരെ കടന്നിട്ടില്ല. ഇനി ഒരു പ്രത്യേക ഒരു കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ പോലും ഈ കേസിനകത്ത് അത്തരമൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും കടക്കില്ല എന്നുറപ്പാണ്. എന്തായാലും ഈ റെയ്ഡ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി ഇത് CPM ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കരിമണൽ കർത്തയും ഇനി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും സമൂഹത്തിനോട് മറുപടി പറയാനുള്ള ബാധ്യത അവർക്കില്ലേ? തീർച്ചയായും അവർക്ക് ബാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ എന്ത് ഇടപാടിനാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയത് എന്ന് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ, ശരിയായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുകയാണ് എങ്കിൽ വീണ വിജയനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും യാതൊരു പ്രശ്നവും ഈ വിഷയത്തിൽ വരാൻ പോകുന്നില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ ധൈര്യമായി പറയാം ഈ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. പിന്നെ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്, അങ്ങനെ അല്ല എങ്കിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വീണ വിജയൻ പണം നൽകിയത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അധികാരത്തിൽ ഇരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ പവർ ഉപയോഗിച്ച് നൽകിയതാണ്, അത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ സാധാരണ അല്ലെങ്കിൽ പൊതുജനത്തിനോട് എന്ത് പറയുമെന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായി ഇത് പിണറായി വിജയൻ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അധികാരത്തിൽ ഇരുന്നതിന്റെ പവർ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം വരികയാണെങ്കിൽ അത് പാർട്ടിക്കും പിണറായി വിജയൻ എന്ന വ്യക്തിക്കും വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എവിടെ തെളിയിക്കാൻ കഴിയണം? അങ്ങനെ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ മറു ചോദ്യമുണ്ട്, 10 വർഷം അധികാരത്തിലിരുന്ന വ്യക്തിയാണ്, മുഖ്യമന്ത്രിയായിരുന്നു, ഈ ആരോപണം വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ആ സമയത്ത് എന്തുകൊണ്ട് ഈ കേസ് തെളിഞ്ഞില്ല എന്നൊരു ചോദ്യം വരും. എന്തുകൊണ്ട് ED അന്ന് ശക്തമായൊരു നിലപാടെടുത്തില്ല എന്ന ചോദ്യം വരും. അത്തരം ചോദ്യങ്ങൾക്ക് ആദ്യം അല്ലെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ അന്നത്തെ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയായിരുന്നോ ഇത്രയും നാൾ വീണ വിജയനെ സുരക്ഷിതാക്കി നിർത്തിയെന്നൊരു ചോദ്യമുണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം സത്യങ്ങൾ പുറത്തു വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ പല ചോദ്യങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഉത്തരം ഇല്ലാതെ പിണറായി വിജയൻ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ BJP-ക്കും അത് തിരിച്ചടിയും. എന്തുകൊണ്ട് ED അന്ന് അന്വേഷിച്ചപ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തിയില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയണം. അങ്ങനെ ആകുമ്പോൾ കേരളം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം പറഞ്ഞതുപോലെ BJP-യും CPM-ഉം തമ്മിലൊരു അന്തർധാര ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടാകും. ഇത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ വ്യക്തമാക്കും. എന്തായാലും പാർട്ടി വിഷയത്തിൽ എടുക്കുന്ന നിലപാട് പൂർണ്ണമായും CPM പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല.